നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസിന് റീച്ചൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവിൽ മുത്തശ്ശി പറഞ്ഞു, എനിക്കൊരു ആഗ്രഹമുണ്ട്. അധികം വൈകാതെ തന്നെ ആദർശ് കമ്പനിയുടെ MD ആയിട്ട് കയറണമെന്ന്. അത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകും അമ്മേന്ന് ചോദിച്ചു. ഉണ്ടാകും, ധൈര്യമായിട്ടിരിക്കും മോളെ നീ. ഇത്രയും കഴിവുള്ളവനല്ലേ ആദർശ്. അതുകൊണ്ട് ഉറപ്പായിട്ടും അവന് വീണ്ടും കമ്പനിയുടെ MD ആയിട്ട് വരാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു, എനിക്ക് ആ പ്രതീക്ഷകളൊന്നുമില്ല. കാരണം അച്ഛന്റെ ഇപ്പോഴത്തെ നിലപാട് കണ്ടിട്ട് എനിക്ക് തോന്നില്ല ഇനി വീണ്ടും ആദർശിനെ കമ്പനിയുടെ MD ആക്കുമെന്ന്. അല്ലെങ്കിലും അവനിപ്പോൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നേ. അവന് അനിയോട് അത്ര സ്നേഹത്തിലാണല്ലോ. അതുകൊണ്ട് അനിയാണെങ്കിലും അവനാണെങ്കിലും കമ്പനി നന്നായിട്ട് പോകണമെന്ന് മാത്രം എൻ്റെ മോൻ ആഗ്രഹമുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാൻ ദേവേനി. പക്ഷെ അങ്ങനെയല്ലോ, കമ്പനി ഇത്രയും വളർത്തിക്കൊണ്ട് വരാനായിട്ട് അവനിലെ ശരിക്കും കിടന്ന് കഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന് ശേഷം അവനായിരുന്നു ശരിക്കും കഷ്ടപ്പെട്ടത്. അതുകൊണ്ട് കമ്പനിയെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ആദർശിനെ കൊണ്ട് കഴിയും. അതുപോലെ തന്നെ അനിയും മോശമാണെന്നല്ല ഞാൻ പറയണേ. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് ആദർശ് ഈ വീട്ടിലേക്ക് തിരികെ വരികയും കമ്പനിയുടെ MD സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. പക്ഷെ ദേവേനിക്ക് അതിലൊരു വിശ്വാസം ഇല്ലായിരുന്നു. വിശ്വാസമില്ലാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, മൂർത്തി മുത്തശ്ശന്റെ സ്വഭാവത്തിൽ ഇപ്പം നല്ല മാറ്റമുണ്ട്. മുത്തശ്ശൻ പഴയതുപോലെ ഒന്നും അല്ല. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ദേവേനിക്ക് ടെൻഷന്. പിന്നീട് മുത്തശ്ശി നേരെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് മുത്തശ്ശൻ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അതെ ജലജ ഇപ്പൊ വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചാരെന്ന് പറഞ്ഞു. എന്ത് ഫോട്ടോസ്? അല്ല, ആ AN ജ്വല്ലറിക്കാര് പുതിയ ഡിസൈനറെ വെച്ചെന്ന്, പുതിയ ഡിസൈനൊക്കെ ഇറക്കാൻ തുടങ്ങിയെന്ന്. ഓ, അതാണോ കാര്യം? അല്ല, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ വിഷുവിനോട് കൂടിയിട്ട് ഈ മൂർത്തി ജ്വല്ലറി തകർന്നു പോവോ? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഓർത്ത് പേടിക്കേണ്ട വസ്നര നീയ. ആദർശുണ്ടല്ലോ, ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ആരാണെങ്കിലും അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊരു ഭയം. കാരണം എനിക്ക് കമ്പനിയുടെ MD ആയിട്ട് കയറി പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല. കാര്യങ്ങളൊക്കെ മുന്നോട്ട് നയിക്കാനായിട്ട് ആദർശായിരുന്നെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ആദർശ് ഈ വീട് വിട്ടു പോയതിന്റെ പ്രധാന കാരണം എന്താന്ന് നിനക്കറിയാലോ. ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ട് അവരെ കണ്ടെത്താനായിട്ടാ എന്നെ കൊണ്ട് സാധിച്ചില്ലത്. ഗൾഫിൽ വെച്ചൊരു തകർച്ച ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദർശിനെ രക്ഷിക്കാനേ സാധിച്ചുള്ളൂ, അവൻ ജയിലിലേക്ക് പോവാതെ. പക്ഷേങ്കില് നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരാന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ അവൻ മിടുക്കൻ ആദർശ. അവൻ പുറത്തു പോയേക്കുന്ന തന്നെ അതിനു വേണ്ടിയിട്ട് മാത്രം. ഇതിന്റെ പിന്നിൽ ആരാന്നുള്ള സത്യം അവൻ കണ്ടെത്തും. ആദ്യം കുറച്ച് തകർച്ച ഉണ്ടായിക്കോട്ടെ വസുന്ധരെ, എന്നാലും സാരമില്ല. അധികം വൈകാതെ തന്നെ നമ്മൾക്ക് സത്യങ്ങളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, എനിക്കൊക്കെ നല്ല വിഷമമുണ്ട് ആദർശിനെ കുറിച്ച് ഓർത്തിട്ട്. കാരണം ആദർശന് അത്ര കഴിവുണ്ടായിരുന്നല്ലോ. അത്രയും കഴിവുള്ള അവനെ കൊണ്ട് ജ്വല്ലറിയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ജ്വല്ലറി ഒരു തകർച്ചയിലേക്ക് പോയില്ലേ. അപ്പൊ പിന്നെ ഇനിയിപ്പൊ അനി കയറി ഇരുന്നിട്ടുണ്ട് എങ്ങനെയാവും? മുത്തശ്ശൻ പറഞ്ഞു, അതൊന്നും സാരമില്ല. അവന് വേണ്ടുന്ന സഹായങ്ങളും കാര്യങ്ങളൊക്കെ ആദർശ് കൊടുത്തോളും. അതെനിക്കറിയാം. അനിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ സഹായം ഒന്ന് തേടണ്ടെന്ന്. എങ്കിലും അനി തേടാതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആദർശ് അവനെ സഹായിക്കുന്ന കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. കുറച്ച് നാളത്തേക്ക് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോവാം, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് മുത്തശ്ശന്. ഇതേ സമയത്ത് അനി ആ പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അനിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനായി. അപ്പോഴേക്കുമാണ് അജയൻ അങ്ങോട്ടേക്ക് വരുന്നത്. അജയൻ വന്നു കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, അച്ഛാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. ഈ കമ്പനിയുടെ MD സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ലെന്ന് അച്ഛൻ അറിയാലോ. അത് കേട്ടപ്പോൾ അജയൻ പറഞ്ഞു, എടാ ഞാനല്ലോ തീരുമാനം എടുത്തേ, നിന്റെ മുത്തശ്ശനല്ലേന്ന് ചോദിച്ചു. അതെ അച്ഛാ, പക്ഷെ അത്രയും കഴിവുള്ള ആദർശനെ ഇറക്കി വിട്ടിട്ട് എന്നെ ആ സ്ഥാനത്തേക്ക് ഏറ്റെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഈ വിഷുവിന് ഉറപ്പായിട്ടും AN ജ്വല്ലറിക്കാർ കത്തിക്കേറും. അങ്ങനെ വരുമ്പോ മൂർത്തി ജ്വല്ലറിക്ക് 7 അയലക്കത്ത് പോലും എത്താൻ പറ്റില്ല. അവര് പുതിയ കളക്ഷനും ഇറക്കാൻ തുടങ്ങി, മാളവിക കളക്ഷൻസ് എന്ന പേരില്. അപ്പൊ നയന കളക്ഷൻസിനെ പിടിച്ചു വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അത് കേട്ടപ്പം അജയൻ പറഞ്ഞു, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, എനിക്ക് ഈ കമ്പനിയെ തുടരണമെന്ന് ഒരു താല്പര്യമില്ല. MD സ്ഥാനം എനിക്ക് വേണ്ട അച്ഛാ. അച്ഛനൊന്ന് മുത്തശ്ശനോട് സംസാരിക്കാവോ? എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഞാനിവ ഈ കസാലിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ജ്വല്ലറിക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അത് കേട്ടപ്പം അജയൻ പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും ഒരു തീരുമാനം കാണുമല്ലോ, അതുകൊണ്ടാണല്ലോ അച്ഛനെ നിന്നെ ഈ കസേര പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഒന്ന് കാണാതെ അച്ഛൻ ഒന്നും ചെയ്യത്തില്ല. നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് അച്ഛന് ഉറപ്പുണ്ട് കമ്പനിയെ മുന്നോട്ട് നയിക്കാനായിട്ട്. നിനക്ക് അതിനൊരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടല്ലേ അച്ഛൻ നിന്നെ ആ കസേര പിടിച്ചിരുത്തിയിരിക്കുന്നത്. വെറുതെ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക, നീ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു.
എന്നാലും അച്ഛാ, എനിക്കെന്തോ ആദർശാനാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും തന്ത്രങ്ങളൊക്കെ അറിയായിരുന്നു. ആദർശാൻ എന്തെങ്കിലും തന്ത്രങ്ങളൊക്കെ പയറ്റി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാനോ. പക്ഷെ എനിക്കത് അത്ര വശമില്ലെന്നുള്ള കാര്യം അറിയാലോ. എടാ, നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നൊക്കെ പഠിക്കുന്നേ. പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടുണ്ടെങ്കിൽ എന്നും നമുക്ക് അതിന് മാത്രമേ സാധിക്കുള്ളൂ. പറ്റുമെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. എങ്കിലേ നമുക്ക് മുന്നോട്ട് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അനിയുടെ മനസ്സിനെ ഒന്ന് സെറ്റാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് ടെൻഷൻ മാറിയിട്ടുണ്ടായിരുന്നില്ല. ഒരിടത്ത് നന്ദുവിനെ കുറിച്ചുള്ള ചിന്തകൾ, ഒരിടത്ത് കമ്പനി കാര്യങ്ങൾ. എനിക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. പിന്നീട് അനി ആദർശിനെ വിളിക്കുകയാണ്. ആദർശിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ആദർശേട്ടാ, എനിക്കറിയില്ല, എനിക്ക് വല്ലാത്തൊരു ടെൻഷനാ. ഈ ജ്വല്ലറിക്കാര് ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവര് പുതിയ ഡിസൈനിങ് ഒക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതേ കാലം നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുമെന്ന് തോന്നില്ല. നമ്മൾ താഴേക്ക് പോകുന്നു പറഞ്ഞു. ആദർശ് പറഞ്ഞു, നീ പേടിക്കണ്ട, ആ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഞാനല്ലേ പറയണേ, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു. വിശ്വാസം ഉണ്ട് ആദർശേട്ടാ, പക്ഷെ എനിക്കെന്തോ ഈ കസേരയിൽ ഇരിക്കുമ്പോ അർഹതപ്പെട്ട ഇത് അർഹതയില്ലാത്ത എവിടെയോ കയറിയിരിക്കുന്ന ഒരു ഫീലാ തോന്നേ. കാരണം ശരിക്കും ആദർശാൻ ഇരിക്കേണ്ട കസാരയായിരുന്നു അവിടെ ഞാൻ കയറിയിരിക്കുന്നത്. എനിക്കാണെങ്കിലോ ആദർശേണ്ടന്റെ കഴിവിന്റെ നാലിലൊന്നും കഴിവില്ല എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത് നീ. നീ ധൈര്യമായിട്ടിരിക്കുക. നിനക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ കൂടെയുണ്ട്. പിന്നെ നിനക്കറിയാലോ, നമ്മുടെ കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്ന ആരാണെങ്കിലും നമുക്ക് അവരെ കണ്ടെത്തിയേ മതിയാവുള്ളൂ. അതുകൊണ്ട് നീ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. ധൈര്യമായിട്ടിരിക്കുക. എന്നാലും നീ താഴേക്ക് പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു. ഒടുവിൽ അനി പറഞ്ഞു, വിശ്വാസമൊക്കെ ഉണ്ട് ആദർശേട്ടാ, എങ്കിൽ പിന്നെ നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞിട്ടാണ് ആദർശ് കോള് കട്ട് ചെയ്യുന്നത്. പിന്നീട് നയന ആദർശിനോട് പറഞ്ഞു, ആദർശേട്ടാ, ജ്വല്ലറിക്കാർ പണി തുടങ്ങിയല്ലേന്ന് ചോദിച്ചു. അതെ, നാളെ ജ്വല്ലറിക്ക് പോകണം, പോയി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, ഒരു കാരണവശാലും അവർക്കൊരു സംശയം തോന്നാൻ പാടില്ല. മാളവിക നമ്മുടെ ആളാന്നും പിന്നെ അതുപോലെ ഈ ജഗദീവ് സിംഗ് ആയിട്ട് ആദർശേണ്ണ അങ്ങോട്ട് ചെല്ലുന്നെന്നുള്ള കാര്യം. ആദർശ് പറഞ്ഞു, ഇല്ല, നാളെ കമ്പനിയിലേക്ക് ചെല്ലണം, ചെന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ജ്വല്ലറിക്ക് ചെന്നിട്ട് വേണം ആദ്യത്തെ പണി തുടങ്ങാനെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ നയനയും ആദർശം കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിക്ക് വെച്ച് കിരണിനെ കാണുന്നുണ്ട്. അങ്ങനെ കിരണിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് കിരണിനോട് ആദർശ് പറഞ്ഞു, മാളവി അവിടെ ഉണ്ട്, അതാണ് എൻ്റെ ഏറ്റവും വലിയ സമാധാനം. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല കിരണേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ മാളവിക ചോർത്തി തന്നോളൂ എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, ഇതെന്താണല്ലോ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞങ്ങളും ചെയ്തു തരാം. ആദർശ് പറഞ്ഞു, 1000 കോടി രൂപയുടെ ഡീൽ ഉറപ്പിക്കുന്ന മട്ടിൽ ഇന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പോകുന്നേ. കഴിഞ്ഞ 2 തവണ ചെന്ന് കഴിഞ്ഞപ്പം അവർക്ക് സംശയമൊന്നും തോന്നിയില്ല, നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ അങ്ങനെ തന്നെ ആവാനാണ് വഴി. കിരൺ പറഞ്ഞു, ധൈര്യമായിട്ട് പോയിക്കോ, ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് തനിച്ചാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നു. ഏഞ്ചലോട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ നല്ല സ്വീകരണമാണ് ആദർശിന് കിട്ടിയത്. കാരണം 1000 കോടി രൂപയുടെ ഡീൽ ഉറപ്പിക്കാൻ വന്ന ആളല്ലേ. പിന്നീട് ഏഞ്ചലുടെ MD ഡേവിഡിനെ കാണുകയാണ്. കണ്ട് സംസാരിക്കുന്ന സമയത്ത് ഡേവിഡ് പറഞ്ഞു, ഇനിയിപ്പം ജഗദേവ് സിംഗ് പേടിക്കേണ്ട കാര്യമില്ല, പഞ്ചാബിലും രാജസ്ഥാനിലും ഒക്കെ പുതിയ പുതിയ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് ചോദിച്ചു, അല്ല അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ ഞങ്ങൾക്ക് പുതിയൊരു ഡിസൈനർ വന്നിട്ടുണ്ട്, മാളവിക എന്ന പേര്. ഒരു കാര്യം ചെയ്യാം, ജഗദേവ് സിംഗ് ഒന്ന് പരിചയപ്പെട്ടിരുന്നോ എന്ന് പറയാണ്. അങ്ങനെ ഒടുവിൽ മാളവികനെ വിളിപ്പിക്കുക. മാളവിക അങ്ങോട്ടേക്ക് വന്നു. ആദർശ് ആദ്യം കാണുന്ന മട്ടില് മാളവികനെ ഇങ്ങനെ നോക്കുന്നേ, ഒരു പരിചയമില്ലാത്ത മട്ടില്. പിന്നീട് ആദർശ് ഹൈ പറയണം. അപ്പോഴേക്കും മാളവിക കൈ കൊടുത്തു. പിന്നീട് പറഞ്ഞു, ഇതാണ് ഞങ്ങൾ പുതിയ ഡിസൈനർ, നല്ല അടിപൊളി ഡിസൈനിങ് വരയ്ക്കണേ, 1-2 ഡിസൈൻ വേണേ കണ്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഡിസൈനിങ് കാണിക്കണം. അത് നയന വരച്ചാന്നുള്ള കാര്യം ആദർശിന് അറിയാലോ. ആദർശിനുള്ളിൽ ചിരി വരുന്നുണ്ടായിരുന്നു, പക്ഷെ അത് പുറമേ കാണിച്ചില്ല. പിന്നീട് മാളവിക പറഞ്ഞു, ഇതാരാ സാറെന്നൊക്കെ ചോദിക്കണം. ഞാൻ പറഞ്ഞില്ലേ 1000 കോടി രൂപ ഡീൽ ഉറപ്പിക്കാൻ വന്ന് ജഗദീപ് സിംഗ്. ഓ അങ്ങനെ. ദേ, ഇവർക്ക് ഈ ഡിസൈനിങ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാളവികയുടെ പേരിൽ തന്നെ വലിയൊരു കളക്ഷൻസ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, എക്സലന്റ് ഡിസൈനിങ്, ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ഒന്നും കണ്ടിട്ടില്ല. മൂർത്തി ജ്വല്ലറിയിൽ മുമ്പ് ഇതുപോലത്തെ ഡിസൈനിങ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴത്രയ്ക്കും മെച്ചമുള്ള ഡിസൈനിങ് ഒന്നും അല്ല. അതുകൊണ്ടല്ലേ ഞാൻ ജ്വല്ലറിയിലേക്ക് വന്നേന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഡേവിഡിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദർശ് അങ്ങനെ കുറച്ച് പുകഴ്ത്തി പറയണേ. പിന്നീട് ആദർശം മാളവിയെ ഒന്ന് നോക്കി, മാളവിയെ ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ്. അതിനുശേഷം മാളവിയ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അതെ കണ്ടില്ലേ, ഇത്ര നല്ല ഡിസൈൻ ഞങ്ങൾക്കുണ്ട്. ഇനിയിപ്പോൾ ഒന്നിനൊന്ന് കയറ്റമായിരിക്കും ജ്വല്ലറിക്ക്. ഈ വിഷുവിന് ഞങ്ങൾക്ക് കുറേ സെയിൽ നടക്കും. കാരണം മറ്റെല്ലാ ജ്വല്ലറിയെ തകർത്ത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശം മനസ്സിൽ പറഞ്ഞു, ഈ വിഷുവും കൂടെ നീയൊക്കെ എടുത്തോ, പിന്നെ അതിനുശേഷം ഞങ്ങളുടെ ആയിരിക്കും വിജയം, ഞങ്ങളായിരിക്കും വിജയിക്കാൻ പോകുന്നത്. അതുവരെയാ നിനക്കൊക്കെ
വിജയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ആദർശ് മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.